കണ്ണൂർ പയ്യന്നൂർ കണ്ടോത്ത് ALP സ്കൂളിൽ വ്യാജ ID കാർഡ് പിടിച്ചുവെന്ന ആരോപണവുമായി UDF. റൂറൽ SP അനുജ് പലിവാൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വ്യാജ ID കാർഡ് പിടിച്ചതായി വിവരം ഇല്ല എന്ന് റൂറൽ SP അറിയിച്ചു. സ്ഥലത്ത് നിന്ന് അഭിജിത്ത് മുഴക്കുന്നു നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. അഭിജിത്ത്, അവിടെ പരിശോധനയിലൊന്നും കണ്ടെത്തിയില്ല. മധു, അങ്ങനെ തന്നെയാണ്. റൂറൽ SP തന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലുള്ള യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് റൂറൽ SPയുടെ പ്രതികരണം. നേരത്തെ UDF ആണ് ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്തെത്തിയത്. ഈ കണ്ടോത്ത് ALP സ്കൂളിൽ വോട്ട് ചെയ്യുന്നതിനായി വ്യാജ ID കാർഡുമായി ചിലർ എത്തി എന്നുള്ളതായിരുന്നു UDFന്റെ ആരോപണം. അങ്ങനെ വ്യാജ ID കാർഡ് പിടിച്ചെടുത്തു എന്നുള്ളൊരു ആരോപണം കൂടി UDF ഏതായാലും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ സംഭവം അറിഞ്ഞ് പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റൂറൽ SP ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തുകയും ഇവിടെ ഒരു പരിശോധന നടത്തുകയും ചെയ്തത്. എന്നാൽ ആ രീതിയിലുള്ള യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ റൂറൽ SPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അദ്ദേഹം അതൊരു പ്രതികരണമായി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇപ്പോൾ കണ്ടോത്ത് ALP സ്കൂളിലാണ് നമ്മളുള്ളത്. അവിടെ വോട്ട് ചെയ്യുന്നതിനായി നിലവിൽ ഇപ്പോൾ ആരും തന്നെയില്ല. അതായത് ആളുകൾ താരതമ്യേന കുറവാണ്. രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നമുക്ക് കാണാനായി കഴിയുന്നത്. ആളുകളൊക്കെ രാവിലെ തന്നെ ആളുകൾ എത്തുന്നു, വോട്ട് ചെയ്ത് മടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ച. നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ആരും തന്നെ ഇവിടെ വോട്ട് ചെയ്യാനില്ല എന്നുള്ളതാണ് കാണേണ്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഈ ബൂത്തുകളിലുള്ളത്. 2 ബൂത്തുകളുണ്ട്. ഈ 2 ഇടങ്ങളിലും ആളുകളില്ല. ഏതായാലും ഇങ്ങനെ ഒരു ആരോപണമാണ് UDF ഉന്നയിച്ചത്. ആ ആരോപണം പോലീസ് ഏതായാലും തള്ളുന്നുണ്ട്. അങ്ങനെയുള്ള യാതൊന്നും ഇവിടെ നിന്ന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. അക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ മറുപടി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വ്യാജ ID കാർഡ് പിടിച്ചു എന്നൊരു പരാതിയാണ് ഇപ്പോൾ UDF ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ റൂറൽ SP നേരിട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ അങ്ങനെ ID കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് റൂറൽ SP വിശദീകരിക്കുകയും ചെയ്യുന്നു.